നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപിയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനും ബിജെപിയിൽ ചേർന്ന മറ്റ് പ്രവർത്തകർക്കും മൂന്നാറിൽ ബിജെപി വമ്പിച്ച സ്വീകരണമൊരുക്കി. വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും ബിജെപിയുടെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിപിഎമ്മിനെതിരെ വിമർശനവുമായി ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ. മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്വത്തിടപാടുകൾ ഇഡി പരിശോധിക്കണമെന്ന എസ് രാജേന്ദ്രൻ. യുഡിഎഫിൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ്. സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ചയുണ്ടാകാം. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനും ബിജെപിയിൽ ചേർന്ന മറ്റ് പ്രവർത്തകർക്കും മൂന്നാറിൽ ബിജെപി വമ്പിച്ച സ്വീകരണമൊരുക്കി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി സമ്മേളനത്തിന് മുന്നോടിയായി ബിജെപി നടത്തിയ പ്രകടനം ദേവികുളം മണ്ഡലത്തിൽ പാർട്ടിയുടെ ശക്തി പ്രകടനമായി. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. രാജേന്ദ്രനൊപ്പം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നിരുന്നു. എസ് രാജേന്ദ്രനും ജി.എൻ. ഗുരുനാഥനുമടക്കം പുതിയതായി ബിജെപിയിലേക്കെത്തിയവർക്ക് മൂന്നാറിൽ സ്വീകരണമൊരുക്കി. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി സമ്മേളനത്തിന് മുന്നോടിയായി ബിജെപി നടത്തിയ പ്രകടനം ദേവികുളം മണ്ഡലത്തിൽ പാർട്ടിയുടെ ശക്തി പ്രകടനം കൂടിയായി മാറി. പ്രകടനശേഷം നടന്ന സ്വീകരണ സമ്മേളനം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. മൂന്നാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷനായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം. നമ്മുടെ മൂന്നാറിന്റെ ഭാവി, കേരളത്തിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി, ഇതെല്ലാം നമ്മൾക്ക് തീരുമാനിക്കുന്നത് ഈ ഇലക്ഷൻ വഴിയാണ്. ബിജെപി ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, എ.എൻ. രാധാകൃഷ്ണൻ, എൻ. ഹരി, മനു പ്രസാദ്, വി.എൻ. സുരേഷ് തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു. ജില്ലയിലെ ആകെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ചയുണ്ടെന്ന് ബിജെപി കരുതുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ദേവികുളം. എസ് രാജേന്ദ്രനെ പോലെയൊരു മുൻ എംഎൽഎ ബിജെപിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് എസ് രാജേന്ദ്രനും ജി. ഗുരുനാഥനുമടക്കം ബിജെപിക്കൊപ്പം ചേർന്നവർക്ക് മൂന്നാറിൽ വമ്പിച്ച സ്വീകരണം ഒരുക്കിയത്. സിറ്റി വിഷൻ മൂന്നാർ. വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും ബിജെപിയുടെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപിയുടെ വളർച്ചയുടെ കാലം കഴിഞ്ഞെന്നും ബിജെപി ഭരിക്കാൻ പോകുന്ന കാലമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത്രത്തോളം സൗന്ദര്യമുള്ള മൂന്നാറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതുമില്ല. മൂന്നാറിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനും സിപിഎമ്മിനും താൽപ്പര്യമില്ല. ജനങ്ങളെ വിഭജിക്കുക എന്ന രാഷ്ട്രീയമാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. കഴിഞ്ഞ 11 വർഷം യാതൊരു അഴിമതിയുമില്ലാതെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സർക്കാരാണ് മോദി സർക്കാരെന്നും രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ പറഞ്ഞു. നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം വികസിത മൂന്നാർ. അതിനുവേണ്ടി ഈ ഇലക്ഷൻ മൂന്നാറിന്റെ ഭാവിക്ക് വേണ്ടി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഇലക്ഷനിൽ ബിജെപി എൻഡിഎ ജയിക്കും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലം, പക്ഷേ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? മൂന്നാർ ടൗൺഷിപ്പിൽ ഇന്ന് ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടാണോ ടൂറിസം വരാൻ പോകുന്നത്? ഈ നാടിന് എത്രയോ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, സിപിഎമ്മിന്റെ രാഷ്ട്രീയം ഈ സാധ്യതയെ കുറിച്ച്
അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. സാധ്യത യാഥാർത്ഥ്യമാക്കണം എന്ന് അവർക്കൊരു ബോധം, അവർക്കൊരു ആവശ്യമില്ല. നരേന്ദ്രമോദിജി അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 11 കൊല്ലം ഒരു അഴിമതിയുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ക്ഷേമ പദ്ധതികളും എത്രയോ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി 25 കോടി പാവങ്ങളെ ദാരിദ്ര്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് നരേന്ദ്രമോദി ചെയ്തത്. CPM-നെതിരെ വിമർശനവുമായി ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്വത്തിടപാടുകൾ ED പരിശോധിക്കണമെന്ന് S. രാജേന്ദ്രൻ BJP മൂന്നാർ നടത്തിയ സ്വീകരണ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. 40 വർഷത്തെ പൊതുജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. സോഷ്യൽ ഓഡിറ്റിങ്ങിന് താൻ തയ്യാറാണ്. താൻ MLA ആയിരുന്നപ്പോൾ തോട്ടം തൊഴിലാളികൾക്കായി പ്രവർത്തിച്ചുവെന്നും S. രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. மாநில தலைவர் அவர்களோடு நாங்கள் இதுவரை எதுவும் எங்களுக்காக கேட்கவில்லை, ஆனால் ஈடி வர வேண்டும் என்று நான் இப்போது கோரிக்கை வைக்கின்றேன். இங்கு இருக்கின்ற மக்கள் முதலில் தேடுவது ஈடியை தான். மூணாறு சர்வீஸ் கோஆபரேட்டிவ் பேங்கில் 4 ஆண்டுகளாக டிவிடெண்ட் கொடுக்கவில்லையே, நான் என்ன செய்தேன் அந்த கட்சிக்கு என்பதை பாருங்கள். நான் வஞ்சிக்கவில்லை, கட்சியை நான் வஞ்சிக்கவில்லை. 4 ஆண்டு காலம் அதனுடைய டிவிடெண்ட் கொடுக்காமல் இருக்கின்றீர்களே, அதை பாருங்கள். கட்சியின் கட்டுப்பாடை நான் மீறவில்லை. மத்திய கட்சியின் குழு எடுத்த முடிவு 2 முறைக்கு மேலே MLA வேண்டாம். நான் 2வது முறையே வேண்டாம் என்று சொன்ன நபர், 3வது வேண்டாம் என்று சொன்ன நபர். இன்றும் கூறுகிறேன், ஒரு முறை கூட MLA ஆக வேண்டும் என்று ஒரு தலைவரோடு நான் கேட்காத நபர். கோடியேரியோடு நெருக்கத்தில் வேண்டாம் வேண்டாம் என்று சொன்ன நபர். பொம்பளை உரிமை போராட்டத்திலும் தோழர் VS அச்சுதானந்தன் மூணாரின் ஆக்கிரமிப்பு அகற்று சந்தர்ப்பத்திலும் வெற்றி பெற வேண்டும் என்ற காரணத்தில் போட்டியிடுவதற்கு தூண்டிய போதும் குரியச்சனும் குப்புசாமியும் அதுபோன்ற CITயிலும் எல்லா நண்பர்களும் ஒரு ஆள் அல்ல, அடிமட்ட தொண்டர்கள் உட்பட உழைத்ததனுடைய உழைப்பு தான். அந்த உழைப்பு இனியும் அந்த கட்சியில் இருக்கின்றது. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ചയുണ്ടാകാം. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇത്തവണ ജയമാണ് മുഖ്യം. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്ന് മാത്രമേ ഉള്ളൂവെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. വരികയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ തറവാട്ടിലേക്ക് മുമ്പ് വന്നപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് വിട്ടു വന്നാൽ, UDF വിട്ടു വന്നാൽ അതെവിടെ തറവാട്? കേരള കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, ചിഹ്നമുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. കോട്ടയത്ത് ആ മത്സരത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിച്ചു, അതേ പരാജയപ്പെടുത്തിക്കൊണ്ട്. സ്വരൂപേണയാണ് പറയുന്നത്, അവിടെ ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. UDF-ലൊരു അതവരല്ലോ തീരുമാനിച്ചു. പ്രൊട്ടക്ഷൻ ഒരു കുഴപ്പമില്ല. സാർ, ഈ ഉഭയകക്ഷി ചർച്ചകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്? ജോസഫ് ഗ്രൂപ്പ് അത് എപ്പോഴും നേരത്തെ ചർച്ച നടത്തേണ്ടതായിരുന്നു. അവസാന നിമിഷത്തിൽ തീരുമാനമാവുള്ളൂ. അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സമില്ല. സീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് മ്യൂച്വലായിട്ട് ചർച്ച ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തേക്കാം. ഇടുക്കി സീറ്റ് ഉൾപ്പെടെ എങ്ങനെയാണ്? അല്ല, പിന്നെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് വഴിയുള്ള മത്സരിച്ച സീറ്റാണ്. ഇപ്പോൾ നമ്മുടെ അവകാശം അവിടെ നിൽക്കുന്നു. എന്നാൽ ചർച്ചകൾക്ക് ഒരു ഉപാധികളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടാവും. ആ ചില സീറ്റുകളുടെ കാര്യത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ട് വേണമെന്ന് പറഞ്ഞ DCC ഉൾപ്പെടെ KPCCക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. എൻ്റെ അടുത്ത് അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഉപേക്ഷ ചർച്ച എപ്പോഴൊക്കെ ആയിരിക്കും? അത് എനിക്ക് പറയാൻ പറ്റില്ല. ജാഥ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്ക് വെച്ചുണ്ടാകാം. ഈ സീറ്റ് ആവശ്യമുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? പറയുന്ന പോലെ വിന്നബിലിറ്റിയാണ് എല്ലാവരും നോക്കുന്നത്. വിന്നബിലിറ്റി അനുസരിച്ച് തന്നെ ഈ മത്സരത്തെ രംഗത്തേക്ക് വരികയും. ഇപ്പോൾ ഒരു പക്ഷേ ഈ 10 നിന്നൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. ഘടകകക്ഷികളുടെ സീറ്റുകളൊന്നും തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് മത്സരിച്ചും എല്ലാം ജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കും. ഈ കേരള കോൺഗ്രസിന് ഏതെങ്കിലും സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇടുക്കി അല്ലാതെ തന്നെ മറ്റ് പല സീറ്റുകളുടെ പേര് അങ്ങനെ ഒരു ചർച്ച നടത്തില്ല.
ഈ മറ്റേതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ ശക്തി കേന്ദ്രമാകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സീറ്റുകൾ വെച്ച് മാറാനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ? അത്രയും ഡീറ്റെയിൽ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഓക്കെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. എന്നാൽ പതിറ്റാണ്ടുകളായി തങ്ങൾ മത്സരിക്കുന്ന സീറ്റ് വിട്ടു നൽകാനാവില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം. ഇക്കാര്യം ഉന്നയിച്ച് ഇടുക്കി DCC KPCCക്ക് കത്ത് നൽകിയിരുന്നു. 25 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. ഇടുക്കി മണ്ഡലം രൂപീകരിച്ച ശേഷം 3 തവണ മാത്രമാണ് കോൺഗ്രസിന് സീറ്റ് ലഭിച്ചത്. മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 1996-ൽ LDFിലെ PP സുലൈമാൻ റാവുത്തരായിരുന്നു വിജയി. 2001-ൽ റോഷി അഗസ്റ്റിനിലൂടെ UDF തിരിച്ചുപിടിച്ചു. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും റോഷി വിജയമാവർത്തിച്ചു. കേരള കോൺഗ്രസ് മുന്നണി മാറിയിട്ടും റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ UDFന് കഴിഞ്ഞില്ല. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സീറ്റിന് അവകാശവാദമുന്നയിക്കുന്നത്. എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. നിലവിൽ അതിനെപ്പറ്റി ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരിടത്തും വന്നതായിട്ട് നമുക്കറിയത്തില്ല. അതാണല്ലോ 10 സീറ്റ്, ആ 10 സീറ്റിൽപ്പെട്ടത് തന്നെയാണ് ഇടുക്കി നിയോജകമണ്ഡലം. ആ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നീക്കുപോക്കുകളോ ഏതെങ്കിലും ചർച്ച നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത്തവണ റോഷി അഗസ്റ്റിൻ തന്നെയാകും LDF സ്ഥാനാർത്ഥി. സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മത്സരിക്കും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇരു പാർട്ടികളും. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. ഓട്ടത്തിൽ കാറിന് തീപിടിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം തള്ളക്കാനത്താണ് തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറിന് തീപിടിച്ചത്. തൃശൂർ പുതുക്കാട് നിന്ന് കഞ്ഞിക്കുഴിയിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കഞ്ഞിക്കുഴിക്ക് സമീപം തുള്ളക്കാനത്ത് കത്തിയത്. വാഹനത്തിൽ ഒരു സ്ത്രീയടക്കം 4 യാത്രക്കാരുണ്ടായിരുന്നു. കാറിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് യാത്രക്കാർ കാർ നിർത്തി പുറത്തിറങ്ങി. നാട്ടുകാരെത്തി വെള്ളമൊഴിച്ച് തീ പടരാതെ നിയന്ത്രിച്ചു. തൃശൂർ സ്വദേശി ലിജോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിത്. റെനോൾട്ടിന്റെ ഡസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട കാറാണിത്. ഹൈറേഞ്ചിലേക്കുള്ള യാത്രാമധ്യേ പലപ്പോഴും ഡസ്റ്റർ വിഭാഗത്തിലെ വാഹനങ്ങൾക്ക് തീപിടുത്തമുണ്ടാകാറുണ്ട്. കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവനാകുന്നത്. ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളം വിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. മധ്യ കേരളത്തിന്റെ മുഖഛായ മാറ്റേണ്ട പദ്ധതി. 14 സ്റ്റേഷനുകളുമായി 111 കിലോമീറ്റർ ദൂരം 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ശബരിപാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറിവന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. എത്ര 30 കൊല്ലമായി ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അത് വന്നു പോയാൽ കുറെ പേര് എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും സതേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. നമ്മുടെ 97 മുതൽ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലായിരിക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം വലിയൊരു അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെന്റ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് ഇടുക്കിയിലെ തൊടുപുഴ, കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹിക ആഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയയാളെ തങ്കമണി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മേലെ ചിന്നാർ പേരുക്കുന്നിൽ സിബിച്ചനാണ് പിടിയിലായത്. വ്യാജമദ്യ വിൽപ്പന നടത്തിയിരുന്ന ഇയാളെ ദീർഘനാളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് സിബിച്ചൻ പിടിയിലായത്. വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ആളെയാണ് തങ്കമണി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മേലെ ചിന്നാർ പേരുക്കുന്നിൽ സിബിച്ചനാണ് പിടിയിലായത്. വ്യാജമദ്യ വിൽപ്പന നടത്തിയിരുന്ന ഇയാളെ ദീർഘനാളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് സിബിച്ചൻ പിടിയിലായത്. 1 ലിറ്റർ മദ്യമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. ഇതാകട്ടെ മറ്റൊരാൾക്ക് 1400 രൂപ ഓൺലൈനായി കൈപ്പറ്റിയ ശേഷം വിൽപ്പന നടത്തുകയായിരുന്നു. ഇദ്ദേഹത്തിന് കൂടുതൽ മദ്യം സ്റ്റോക്ക് ചെയ്യുന്നതിനും വിൽപ്പന നടത്തുന്നതിനും സൗകര്യമുള്ളതായി വിവരം ലഭിച്ചതായും എക്സൈസ് സംഘം പറയുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ ശ്രമിക്കുകയാണ് എക്സൈസ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രിൻസ് എബ്രഹാം, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ ഷിയാദ് എ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷീന തോമസ്, സുജിത് എസ്, ആനന്ദ് വിജയൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്. സിറ്റി വിഷൻ മുരിക്കാശ്ശേരി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം നേതൃസംഗമം നെടുങ്കണ്ടത്ത് നടന്നു. നിയോജക മണ്ഡലത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നേതൃസംഗമം നടത്തിയത്. റോട്ടറി കാർഡമം സിറ്റി ഹാളിൽ നടന്ന നേതൃത്വ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല മേഖല ഇടുക്കി ജില്ലയുടെ ഭാഗമാകുന്നതിന് മുമ്പു മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണെങ്കിലും
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും മുസ്ലിം ലീഗിന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നും എന്തുകൊണ്ടാണ് അത് ലഭിക്കാതെ പോയതെന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ല നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശം കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന് തുടക്കം കുറിച്ച ഒരു പ്രദേശമാണ് ഉടുമ്പൻചോല. ഈ ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ശാഖകളിൽ തന്നെ പെട്ടത് ആണ് ഉടുമ്പൻചോല. അന്ന് മുതൽ ഇന്ന് വരെ ഉടുമ്പൻചോലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തനമുണ്ടെങ്കിലും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും മുസ്ലിം ലീഗിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നത് വസ്തുതയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് PS യൂനസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ് മൗലവി, ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ്, ജില്ലാ സെക്രട്ടറി KM സുധീർ, ജില്ലാ ട്രഷറർ TK നവാസ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി EA ജമാൽ, ട്രഷറർ ഹക്കീം തോപ്പിൽ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷരീഫ്, യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സിയാദ് കുന്നുകുഴി, ജനറൽ സെക്രട്ടറി അൽ അമീൻ, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിശുദ്ധ ഖുറാനിലെ 30 അധ്യായങ്ങളും മനഃപ്പാഠമാക്കിയ മുണ്ടിയരുമ സ്വദേശി അധം അഷറഫിന് പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി. കൂടാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളുടെയും പിന്തുണയില്ലാതെ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ നിന്നും മത്സരിച്ചു വിജയിച്ച പാർട്ടി ജില്ലാ സെക്രട്ടറി KM സുധീറിനെ യോഗത്തിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള ലീഗിന്റെ പഞ്ചായത്ത് തല ഭാരവാഹികൾ, യൂത്ത് ലീഗിന്റെയും MSFന്റെയും നിയോജകമണ്ഡലം ഭാരവാഹികൾ എന്നിവർ നേതൃത്വസംഗമത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചേലച്ചുവട് ഗുരുചൈതന്യ ട്രസ്റ്റ് 22ാമത് വാർഷികാഘോഷം നടന്നു. ചേലച്ചുവട് വിരിപ്പിൽ കലേഷ് രാജുവിന്റെ വസതിയിൽ നടന്ന പരിപാടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ചേലച്ചുവട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുചൈതന്യ ട്രസ്റ്റിന്റെ 22ാമത് വാർഷിക ആഘോഷമാണ് നടന്നത്. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റ് പ്രസിഡന്റ് VK കമലാസനൻ അധ്യക്ഷത വഹിച്ച യോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം ഉദ്ഘാടനം ചെയ്തു. ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമുക്ക് വളരെ നല്ലതാണ്. ഈ ഗുരുചൈതന്യ ട്രസ്റ്റ് 22 വർഷമായിട്ട് ഒരു മുടക്കവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വാർഷികം വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇനിയും ഇവിടെ കുറെ പരിപാടികളൊക്കെ നടക്കാനുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ട്രസ്റ്റ് ഈ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. 22 വർഷമായിട്ട് ഒരു മുടക്കവും കൂടാതെ നടക്കുന്ന ഈ ട്രസ്റ്റിന് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ട്രസ്റ്റ് സെക്രട്ടറി ഷാജി മാടവന വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ആശംസ അറിയിച്ച് ട്രസ്റ്റ് മെമ്പർമാരായ കലേഷ് രാജു, MN ഷൺമുഖദാസ്, VS പ്രകാശ്, VG മോഹനൻ, KV ദാമോദരൻ, CK മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രസ്റ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,560 രൂപ, പവന് 1,16,480 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP-യിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം MLA S രാജേന്ദ്രനും BJP-യിൽ ചേർന്ന മറ്റ് പ്രവർത്തകർക്കും മൂന്നാറിൽ BJP വമ്പിച്ച സ്വീകരണമൊരുക്കി.
വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും ബിജെപിയുടെ ലക്ഷ്യമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM-നെതിരെ വിമർശനവുമായി ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്വത്തിടപാടുകൾ ED പരിശോധിക്കണമെന്ന S. രാജേന്ദ്രൻ. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ചയുണ്ടാകാം. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.